You're the one I'm calling. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നൊരു ട്രിപ്പ് വ്ളോഗാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ലണ്ടനിലോ UK അല്ല, ഞാൻ നിൽക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് പൂവാറിലാണ് നിൽക്കുന്നത്. സോ ഇന്ന് പോകുന്നത് പൂവാർ ഐലൻഡ് റിസോർട്ടിലാണ്. ഇവിടെ വന്നതിലൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ആമിക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. സോ ആ ബർത്ത്ഡേ ഒന്ന് ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനും കൂടെയാണ് ഈ ഒരു റിസോർട്ടിലും ഇന്ന് ഈ ഒരു ട്രിപ്പും വന്നിരിക്കുന്നത്. കൂടാതെ നമ്മൾ ഇന്ന് ഫിഷിങ് ചെയ്യുന്നുണ്ട്. മീൻ കിട്ടുമെന്നൊന്നും പറഞ്ഞുകൂടെ, എന്തായാലും ഫിഷിങ് ചെയ്യുന്നുണ്ട്. ഞാൻ റോഡും റീലെല്ലാം എടുത്തിട്ടുണ്ട്. കൂടാതെ പ്രോൺസ് മേടിച്ചിട്ടുണ്ട്. അതായത് ലൈവ് ബെയ്റ്റ് ഇട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കും. കിട്ടിപ്പോയാൽ പോയി. സോ ഇപ്പോൾ ഞാൻ പൂവാർ ഐലൻഡ് റിസോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ്. നമ്മൾ ആ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടുന്ന് ബോട്ട് കയറി വേണം പോകാൻ. കാരണം കാറിന് അവിടെ പോകാൻ പറ്റത്തില്ല, കാറിന് ആക്സസ് ഇല്ല ആ ഒരു റിസോർട്ടിൽ. സോ നമ്മൾ ബോട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ ഞാൻ ബാഗും സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മളവിടെ കുറച്ച് പേരും കൂടെ ഉണ്ട് വീഡിയോയിൽ. സോ ഗൈസ്, ഇതാണ് അവരുടെ പാർക്കിംഗ് ഏരിയ. നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ബോട്ടിൽ കയറിയാണ് പോകുന്നത്. ഈ നമ്മുടെ ആമിക്കുട്ടനെ കണ്ടു. ഇതാണ് ആമിക്കുട്ടു. ആമിക്കുട്ടു ഹായ്. ആമിക്കുട്ടൻ ചിരിയായിരുന്നു. ആമിക്കുട്ടു പുതിയ വ്ളോഗറാണ്. ചേച്ചി ഹായ്. ഈ കുട്ടി ഹായ്. നമ്മൾ ഇവിടെ നിന്നാണ് ബോട്ട് കയറുന്നത്. ബോട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇത് എൻ്റെ ചേച്ചിയുടെ ബ്രദറാണ്. ബ്രോ ഹായ്. ഗൈസ്, ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ട് കയറുന്നത്. ബോട്ട് ഇതുവരെ വന്നില്ലെന്ന് തോന്നുന്നു. ഗൈസ്, നമ്മൾ റിസോർട്ടിൽ പോകാനുള്ള ബോട്ട് കയറിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ആമിക്കുട്ടും ഉണ്ട്, ചേച്ചിയുണ്ട്, സഞ്ജു ഉണ്ട്. സോ നമ്മുടെ റീലും സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇതാണ് പോകുന്ന വ്യൂ. നമ്മൾ ചൂണ്ടാ ചേട്ടൻ സെറ്റ് ചെയ്ത് തരികയാണ്. മറന്നുപോയി. പിന്നെ നമ്മൾ ബെയ്റ്റ് ഇടാനുള്ള സാധനം ഇവിടെ ഉണ്ട്. ആ ബോക്സ് കുറച്ച് സംഭവങ്ങളാണ്. ആമിക്കുട്ടുവിൻ്റെ ആമിക്കുട്ടുവിന് ഇതാ. ഞാനൊന്ന് സൂം ചെയ്ത് നോക്കട്ടെ, ക്വാളിറ്റി ഇട്ടോന്ന് അറിഞ്ഞുകൂടാ. അങ്ങ് ദൂരെ കാണുന്നുണ്ടോ? അതാണ് കടൽ. ഉണ്ടോ? നല്ല കിട്ടില്ല സ്ഥലം. ഫുൾ ബോട്ടിംഗ് ആണ് ഇവിടെ. സംഭവങ്ങൾ 1 ഡേ ട്രിപ്പൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന 1 ഡേ ട്രിപ്പായിട്ടാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് റിസോർട്ടിൽ ചെന്നിട്ട് പറഞ്ഞുതരാം. അവിടെ ഒരു റെസ്റ്റോറൻറ്റ്, പഞ്ചാബി ധാബ, പൂവാർ വെജ് ഫ്ലോട്ടിങ്. അതെല്ലാം ബീച്ച് സൈഡാണ്. ഒരു പരുന്ന് മീനും എടുത്തിട്ട് പോകും. മീനാണോ? അത് വേറെന്തോ വേസ്റ്റ് എന്തോ. മീനെല്ലാം കിട്ടും. ഇവിടെ നിറയെ മീൻ കിട്ടുമെന്ന് ഈ ചേട്ടൻ പറയുന്നു. നമുക്ക് എവിടെ ഇട്ട് ചൂണ്ടയിട്ടാലും മീൻ കിട്ടുമെന്നാണ് പറയുന്നത്. ചെമ്പല്ലി, ഹമ്മൂർ, അങ്ങനെയുള്ള സംഭവങ്ങൾ. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ കാണുന്നതെല്ലാം പൂവാർ ഐലൻഡ് റിസോർട്ടിൻ്റെ ഏരിയയാണ്. അത് അവരുടെ ഓരോ റൂമുകളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ പൂവാർ ഐലൻഡ് റിസോർട്ടിൽ വന്നിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഏരിയ വ്യൂ. കിട്ടില്ല വ്യൂ ആണ് ഗൈസ്. ഒരു രക്ഷയില്ല. നമ്മൾ ഈ ബഗ്ഗിയിൽ കയറിയാണ് റൂമിൻ്റെ അങ്ങോട്ട് പോകുന്നത്. എത്തിയിട്ടുണ്ട്. നമുക്കിനി റിസപ്ഷനിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്യാം. ചെറിയ റൈഡായിരുന്നു, കുഴപ്പമില്ല. നമ്മുടെ ആമിക്കുട്ടി റെഡി. ആമിക്കുട്ടി എവിടെ? ആമിക്കുട്ടി എവിടെ?
നമുക്കിട്ട് റെഡിയാണ്. ഹായ്, താങ്ക് യു. നമ്മളിവിടെ റിസപ്ഷനിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇത് പൂളിലിട്ടാലോ മീൻ പിടിക്കും? ഏയ് ആനക്കുട്ടന് മാല കിട്ടിയേ. സംഗീത മാലയുണ്ട്. താങ്ക് യു. മാലയൊക്കെ ഇട്ടുന്നു. നമുക്കിനി ചെക്കിൻ്റെ പരിപാടിയിലേക്ക് പോവാം. അവർ ചെക്കിൻ ചെയ്യട്ടെ. സമയം നമുക്കിവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര വലിയൊരു പ്രോപ്പർട്ടിയാണ്, ഭയങ്കര വലിയ പ്രോപ്പർട്ടിയാണ്. ആ സൈഡ് കടൽ, ഈ സൈഡ് ആണെങ്കിൽ കായൽ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. നമുക്കൊരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കുടിക്കാൻ. ഈ ഒരു ചൂടത്ത് വളരെ നല്ലൊരു സാധനമാണ്. ഇത് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഒരു 1 ഡേ ഔട്ടിങ് പോലെയാണ്. സോ ഇതിൻ്റെ റേറ്റും എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടേക്ക് ഒന്ന് കറങ്ങി കാണാം, എന്നിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പം ഭയങ്കര ചൂടാണ്. ട്രിവാൻഡ്രത്തെ ബാക്കിയുള്ള സ്ഥലം എങ്ങനെയെന്ന് എനിക്കറിയില്ല. മഴയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. കുറച്ച് ദിവസം ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് പൂളിൽ ഇറങ്ങുന്ന പരിപാടിയൊന്നും നടക്കില്ല, കുറച്ച് കഴിഞ്ഞിറങ്ങാം. ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളാണ്. ഇങ്ങനെ കുറേ സ്പോട്ടുകൾ അവർ ബോർഡ് വെച്ചിട്ടുണ്ട്, സെൽഫി സ്പോട്ട് അങ്ങനെയെന്നൊക്കെ പറഞ്ഞ്. ഇത് നേരെ കാണുന്നത് പൂളാണ്. അതെ, ഈ കാണുന്നതാണ് പൂള്. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങുന്നേ ഉള്ളൂ. ഭയങ്കര വെയിലാണ്. നമുക്കിപ്പോൾ എന്തായാലും റൂമിലോട്ട് പോവാം. റൂം റെഡി ആയിട്ടുണ്ട്, റൂമിലോട്ട് പോവാം. ഇത് അവരുടെ റെസ്റ്റോറൻറ്റ് ഏരിയയാണ്. ഓഷ്യനസ് റെസ്റ്റോറൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ നല്ലൊരു തുളസി തറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ നല്ല കിട്ടില്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളുണ്ട്. അതായത് ഈ ഒരു കാർട്ടിൻ്റെ ഒരു ഏരിയയും എല്ലാ ഫോട്ടോയ്ക്ക് പറ്റിയ സ്പോട്ടുകളാണ്. ഇവിടെ എന്തോ ഒരു ജോലി നടക്കുന്നുണ്ട്, അത് പണിച്ചെടി വയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പൂളിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. ജ്യൂസ് ബാറുണ്ട്. നോ ഡൈനിങ്. ഇതുണ്ടോ ഷവർ ഏരിയ, നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ റൂമിൻ്റെ സൈഡിലോട്ടാണ് പോകുന്നത്. പോണ്ട് പോലത്തൊരു സംഭവം. ഓ, ഇതിൽ മീനുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ചൂണ്ടയിട്ടല്ലോ. നമുക്ക് ഈ പോണ്ടിൽ തന്നെ ചൂണ്ടയിട്ടല്ലോ. ചൂണ്ടയുടെ നമ്മളങ്ങനെ ഫ്രണ്ടിൽ പോകുന്നതായിരിക്കും, കായലിൻ്റെ ആ ഒരു സൈഡ്. ഇവിടെ നമുക്ക് ഫീഡ് ചെയ്യാം. ഫീഡ് ദ ഫിഷ്. ഫീഡ് ചെയ്യാൻ വേണമെങ്കിൽ ഹോർ അവിടെയാണ്, 10 രൂപ അവിടെയായിരിക്കും. കുറേ ഏരിയയിൽ തണലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. കറക്റ്റ് വെയിലത്തേക്കാണെങ്കിൽ നല്ല ചൂടെടുക്കും. ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പോട്ടും ബെഡും കൊള്ളാം. ഒരു സോഫയുണ്ട്, 2 സോഫയുണ്ട്. സോ ഗൈസ്, നമുക്കിനി ആക്ടിവിറ്റീസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ മാത്രമല്ല ഇവിടെ ബുഫേ ഉണ്ട്. നമുക്ക് ബുഫേ കഴിക്കണം, ലഞ്ച്. സോ അതിന് പോകണം. 1 മണിയാകുമ്പോൾ നമ്മൾ അതിന് പോകുന്നതായിരിക്കും. ഇപ്പം 12:50 ആയിട്ടുണ്ട്. സോ ഗൈസ്, ഞാൻ റൂമിൽ കയറി ഫ്രഷ് ആയിട്ട് വീണ്ടും പുറത്തിറങ്ങി ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് നോക്കാം. ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. സ്പോട്ട് കണ്ടുപിടിക്കണം നമുക്ക് ഫിഷിങ് ചെയ്യാനുള്ള. സോ
നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് നോക്കുക. ലാൻഡ് കോട്ടേജ്, മഹാരാജ സ്യൂട്ട്, ആയുർവേദ വില്ലേജ് ഹോസ്പിറ്റൽ, ആയുർവേദ റെസ്റ്റോറൻറ്റ്, പൂൾ, ഓഷ്യനസ് റെസ്റ്റോറൻറ്റ്, പിന്നെ കോൺഫറൻസ് ഹാൾ. ഇവിടെ ലൈവ് ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലമുണ്ട്. ഗൈസ് നമ്മൾ ഇവിടുന്ന് ജ്യൂസ് മേടിക്കുകയാണ്. യൂട്യൂബറാണ് ബ്രോ. ബ്രോ എന്ത് ജ്യൂസായത്? സർബത്താണല്ലേ. നമ്മൾ ഈ നൊങ്കം പിന്നെ പൈനാപ്പിൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സ്കാനർ ഇതാ. അപ്പോൾ ചെയ്താൽ മതി. ഓക്കെ. സോ ഗൈസ് നമ്മളവിടെ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഇത് പൂളിൻ്റെ തൊട്ട് സൈഡിലുള്ള ആ ഒരു ജ്യൂസിൻ്റെ ഷോപ്പാണ്. സോ അവിടെ നിന്ന് ജ്യൂസ് കുടിച്ചിട്ട് നമുക്ക് സ്പോട്ട് കണ്ടുപിടിക്കാൻ പോകണം. ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ ഏതാണ് വ്ളോഗിംഗ് എന്ന് വെച്ചാൽ DJI Osmo 3 ആണ്. ഇതിൻ്റെ തന്നെ ഞാൻ ക്രിയേറ്റർ കോംബോയുടെ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സ്ട്രാ ബാറ്ററി പാക്ക്, ട്രൈപോഡ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കിട്ടും. ഈ മൈക്ക് ഉൾപ്പെടെ, വൈഫൈ മൈക്ക്, വയർലെസ് മൈക്ക് ഉൾപ്പെടെ എനിക്ക് കിട്ടും. ഈ ക്യാമറയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഞാനിപ്പോൾ ക്യാമറ ഇവിടെ ഫിക്സ് ചെയ്തേക്കുകയാണ്. ഇത് ട്രാക്കിംഗ് കൊടുത്തിരിക്കുകയാണ്. സോ ഞാൻ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് ഇത് ഫോക്കസ് ആവും. അങ്ങോട്ട് മൂവ് ചെയ്ത് കറക്റ്റ് തന്നെ ഫേസ് ഡിറ്റക്ഷൻ വഴിയാണ് ഇത് കാണിക്കുന്നത്. സോ എനിക്ക് വേറൊരാളുടെ ആവശ്യമില്ല. ഞാൻ തന്നെ ഇത് ഷൂട്ട് ചെയ്യും, ഞാൻ തന്നെ ഇത് എഡിറ്റ് ചെയ്യും, ഞാൻ തന്നെ യൂട്യൂബിലിടുകയും ചെയ്യും. കിടിലൊരു ക്യാമറയാണ്. സോ വ്ളോഗ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു ക്യാമറയാണ് DJI Osmo 3 എന്ന് പറയുന്നത്. ഇത് ക്രിയേറ്റർ കോംബോ വരുമ്പോൾ ഏകദേശം 73 സംതിങ് വരുന്നുണ്ട്. അതിലാണ് ഈ മൈക്കും എക്സ്ട്രാ ബാറ്ററി പാക്കും ക്യാരി ബാഗ് അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ക്യാമറ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 50 അടുത്തേ വരുന്നുള്ളൂ. ബട്ട് നിങ്ങൾ വ്ളോഗർ ആവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്രിയേറ്റർ കോംബോ എടുക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം ബാറ്ററി പാക്ക് എക്സ്ട്രാ ഇല്ലെങ്കിൽ അധികം ചാർജ് നിൽക്കത്തില്ല. എങ്കിലും റെക്കമെൻഡ് ചെയ്യത്തില്ല ഞാൻ. സോ ഗോ ഫോർ ദി ക്രിയേറ്റർ കോംബോ ആൻഡ് DJI Osmo 3. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമില്ല, ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഞാൻ ഈ ഒരു പ്രോപ്പർട്ടിയെ പറ്റി പറഞ്ഞുതരാം. ഇത് പൂവാർ ഐലൻഡ് റിസോർട്ടാണ്. ഏകദേശം 26 ഏക്കറുണ്ട് ഈ ഒരു ലാൻഡ് എന്ന് പറയുന്നത്. സോ ഒത്തിരി ഏരിയ നമുക്ക് കവർ ചെയ്ത് കാണാനും പോകാനും വേണ്ടിയുണ്ട്. പിന്നെ ആക്ടിവിറ്റീസ് ഉണ്ട്, വേറെ എന്തോ ബോട്ടിങ്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ കടലുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റേ ചെയ്യാനാണ് വരുന്നത്, നിങ്ങൾക്ക് കടലിലോട്ട് അവർ കൊണ്ടുപോകുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ 1 ഡേ ട്രിപ്പാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സീയിലോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല. സോ നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ബോട്ട് എടുത്ത് പോകണമെങ്കിൽ പോകാം, അതും ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും റിസോർട്ട് എനിക്കിഷ്ടമായി. ഇനി നമ്മളിവിടുത്തെ ആക്ടിവിറ്റീസൊക്കെയാണ്. ഞാൻ കൂടുതൽ മെയിൻലി ഫിഷിങ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫിഷ് കിട്ടുമെന്നുള്ള ഉറപ്പാണ്. ഞാൻ ലൈവ് ബെയ്റ്റ് പോയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഞാൻ മെയിൻലി അതിനാണ് വന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇനി കുറേ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇവിടെ പൂളിൻ്റെ സൈഡ് നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. പൂളിൻ്റെ ഇവിടുന്ന് ആൾക്കാരൊക്കെ പോയി. സോ ഇതാണ് പൂളിൻ്റെ ഒരു സൈഡ്. നമുക്ക് ടവൽസൊക്കെ ഇവിടെ നിന്ന് എടുക്കാം. പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ പൂൾ ഈ ഒരു സൈഡിലുണ്ട്, അപ്പുറ സൈഡിലുണ്ട്. വലിയ പൂളല്ല ആ സൈഡിലാണ്. കുറച്ച് ചെറിയ ഡെപ്തേ കാണത്തുള്ളൂ, കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്ക് എന്തായാലും സ്പെഷ്യലായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പൂൾ സൈഡ് തന്നെ ഒരു ഡ്രിങ്ക്സൊക്കെ സെർവ് ചെയ്യും. എൻ്റെ മെനു കാർഡാണ് ഈ കാണുന്നത്. നമ്മുടെ ജ്യൂസ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. പുള്ളി അവിടെ സെർവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ നൈസ്. നമ്മുടെ ജ്യൂസ് വന്നിട്ടുണ്ട്. ബ്രോ പേരെന്താ? അരുൺ. സ്ഥലം എവിടെ ബ്രോ? തമിഴ്നാട്. ഓക്കെ. അപ്പം അരുണാണ് നമുക്ക് ഈ ജ്യൂസ് സെർവ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇവിടെ പൂളിൻ്റെ അടുത്തുള്ളതാണ്. താങ്ക് യു ബ്രോ. നല്ല കിട്ടിൻ്റെ ജ്യൂസാണെന്ന് കണ്ടാൽ തന്നെ പറയും. ഫോക്കസ് ആവുന്നില്ലേ? നല്ല കിട്ടിലും ജ്യൂസാണ്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. ഗൈസ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് നൈറ്റ് എഡിറ്റ് ചെയ്ത് നാളെ വരും ബ്രോ. ഓക്കെ സലാഡിൻ്റെ ഏരിയാസ് അല്ലേ? ഓക്കെ ബ്രോ ഞാൻ നോക്കാം. വെജ് സെക്ഷൻ അല്ലേ ഇതെല്ലാം? ഓക്കെ നോൺ വെജ് ഏരിയാസ്.
ആ നോൺ വെജ് സൂപ്പ്, ഓക്കെ. വേറെ വെജ് വരും, വെജ് ഐറ്റംസ് അല്ലേ, റൈസ്, നൂഡിൽസ് അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ. ലാസ്റ്റ് ഡെസേർട്ട് വരും. ഡെസേർട്ട് അല്ലേ. ആ ഓക്കെ, ഇതെല്ലാം വെജ് വരും. വെജാണല്ലേ. ഐസ്ക്രീം വെജ്, ആ എല്ലാം ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ ബ്രോ, താങ്ക്സ് കേട്ടോ. ഓക്കെ, എല്ലാം വെജ് സലാഡ് വരും. സലാഡ് ആ സൈഡല്ലേ. ആ ഓക്കെ 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 ബ്രോ, കാണാം കേട്ടോ. ആ സാറിന് അഖിൽ അഖിൽ ആ കാണാം ബ്രോ, താങ്ക് യു. ആ 4 പേരാണ് ബ്രോ. ആ അവിടെ ഇരിക്കും. ആ താങ്ക് യു. സോ ഗൈസ്, ഇതാണ് റെസ്റ്റോറൻറ്റ്. നമ്മളിവിടെ ബുഫയാണ് എടുത്തിരിക്കുന്നത്. സോ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓ, ആമിക്കുട്ടി ഇതാ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ആമിക്കുട്ടി ഇതാ ഫുഡ് നോക്കുകയാണ്. ഓയ് ആമിക്കുട്ടിൻ്റെ ഫുഡ്. ആമിക്കുട്ടി എന്നാ. സോ നമുക്ക് സ്റ്റാർട്ടിങ് ഹോട്ട് ആൻഡ് ചിക്കൻ സൂപ്പ് ഉണ്ട്, മീൻ മാംഗോ കറി ഉണ്ട്. ഇതാണ് മീൻ മാംഗോ കറി. അതുപോലെ തന്നെ മസാല ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ചിക്കൻ ഫ്രൈ. ദെൻ കേരള ബീഫ് മസാല ഉണ്ട്, പൊറോട്ടയും റൊട്ടിയും ഉണ്ട്. ഇത് വെജിറ്റബിൾ ലോലിപോപ്പ്. എല്ലാം നല്ല ചൂടാണ്. പിന്നെ ഒരു സോസും വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ റൈസും നൂഡിൽസിൻ്റെ സെക്ഷൻ, സ്റ്റീം റൈസ് ഉണ്ട്, 2 ടൈപ്പ് റൈസ് ഉണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ട്, ഹക്ക നൂഡിൽസ് ഉണ്ട്, പനീർ ടിക്ക മസാല കറി ഉണ്ട്, മസാലദാർ ബിന്ദി ഉണ്ട്, വെണ്ടയ്ക്ക കറി ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ യെല്ലോ ഡാൽ ഫ്രൈ, കപ്പ ആൻഡ് ചമ്മന്തി, നാടൻ കപ്പ എന്നല്ല, പിന്നെ ചമ്മന്തി. അതുപോലെ തന്നെ അവിയൽ, മിക്സ് വെജ് കുറുമ, രസം, നല്ല കുരുമുളക് ഇട്ട രസമാണ്, പെപ്പർ രസം. പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീം കാണാം, ഡെസേർട്ട്സ്, ഡബിൾ ചോക്ലേറ്റ് മ്യൂസ് കാണാം, പുഡിങ് കാണാം, ഡോണറ്റ് പുഡിങ്. പിന്നെ ഇതും വേറെ കുറച്ച് ഫ്രൂട്ട് ഡെസേർട്ട്, പിന്നെ കേക്ക് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ ബുഫേക്ക് കിട്ടുന്ന ഫുഡ് ഐറ്റംസ്. എന്തായാലും നമുക്ക് കഴിച്ചു തുടങ്ങാം. ഇതാണ് ചിക്കൻ ഹോട്ട് ആൻഡ് സോർ സൂപ്പ്. കുറച്ച് തിക്നെസ് കുറവാണെന്ന് തോന്നുന്നു. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ഞാൻ കുറച്ച് സാലഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ ഫ്രൈ മസാലയാണ്. ഇത് വെജ്, ഇതെന്തോന്ന് വെജ് ലോലിപോപ്പ്. ഇത് പാസ്ത. ഇതെന്തോ സലാഡ് മിക്സ് ആണ്. ഇത് ബ്രിഞ്ചൽ ഫ്രൈ ചെയ്തു, കത്തിരിക്ക. സോ ഇതൊക്കെയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ അടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ സൈഡിലും കുറച്ച് സലാഡ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്, റൈത്ത അങ്ങനെയുള്ള സംഭവങ്ങൾ, കുക്കുംബർ. പിന്നെ അപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ ഇവിടെയുണ്ട് കുറച്ച് സലാഡ്സ്. ഇവിടെയും കുറച്ച് സലാഡ്സ് കാണാം. റഷ്യൻ സലാഡ്, ഇറ്റാലിയൻ പാസ്റ്റ സലാഡ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ആമിക്കുട്ടി പായസം കഴിച്ചു വേന്, ഇവിടെ കിടക്ക് വേന്. ഓ പായസം കഴിച്ചു ആമിക്കുട്ടു. ചിരിയിരുന്ന്. ആമിക്കുട്ടു ഇവിടെ കിടന്ന് കഴിക്കുന്നു, നമ്മളെല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നു. സോ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഇനി നമുക്ക് പുറത്തോട്ട് ഇറങ്ങണം. മീൻ പിടിക്കാനുള്ള ചൂണ്ടയൊക്കെ ഇട്ട് പോവുക. മീനൊക്കെ കിട്ടുമോ പറഞ്ഞൂടെ ഗൈസ്, നമുക്ക് നോക്കാം. ഇട്ടിട്ടുണ്ട്, ഇവരൊന്നും തടഞ്ഞിട്ടില്ല. കിട്ടുമോ ഇല്ലേന്നൊന്നും അറിഞ്ഞൂടെ, ചാൻസ് കുറവായിരിക്കും, നോക്കാം. സോ ഇതാ ഞാൻ ഈ ഒരു ഏരിയയിലാണ് വന്ന് ഫിഷ് ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് എണ്ണ കടലാണ്, ഇത് കായലാണ്. നോക്കാം നമുക്ക് എന്തായാലും. ഒന്നുകൂടെ എറിഞ്ഞു നോക്കാം, നമുക്ക് കിട്ടുമെന്ന് നോക്കാം.
ഗൈസ് ഇവിടെ ഒടുക്കത്തെ വെയിലാണ്. വെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ട് മീൻ പിടിക്കുകയാണ്. ഒരു രക്ഷയില്ല. അതിലൂടെ നല്ല ചൂടുമുണ്ട്. വേർത്ത് കുളിച്ച് ടാൻ അടിച്ച് ഇനി ഒരു പണ്ടാരം അടങ്ങുമെന്നാണ് തോന്നുന്നത്. നമ്മളെന്തായാലും കുറച്ച് ടൈമും കൂടെ നോക്കിയിട്ട് തിരിച്ച് പോകുന്നുണ്ട്. വേറെ കുറേ പരിപാടിയുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഫിഷിംഗ് എന്നും പറഞ്ഞിറങ്ങിയത്. നമ്മൾ വേറെ ഫിഷിംഗ് വീഡിയോസുമായിട്ട് ഉടൻ വരുന്നതാണ്. ഇവിടെ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ ഇനിയും ഫിഷിംഗ് വീഡിയോസ് വരുന്നതാണ്. ഫിഷിംഗ് ഫ്രീക്സൊക്കെ എങ്ങനെ മീൻ പിടിക്കുന്നതെന്ന് അറിഞ്ഞൂടെ വീഡിയോയിൽ കൂടെയൊക്കെ. എനിക്കൂടെ മണിക്കൂറുകളോളം പുള്ളി നിന്നിട്ടൊക്കെ ആയിരിക്കും മീൻ കിട്ടുന്നത് തന്നെ. പുള്ളി ഇത് ഏതൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര കഷ്ടപ്പാടുള്ള പരിപാടിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ സൺഗ്ലാസ് എടുത്തില്ല, റൂമിലായിപ്പോയി. അത് കാരണം പണ്ടാറിടങ്ങി. നമുക്ക് എന്തായാലും നോക്കാം, കുറച്ച് നേരം കൂടെ നോക്കിയിട്ട് പോവാം. ഗൈസ് ഫിഷിങ്ങിന് പോയി, ഒന്നും കിട്ടിയില്ല. കുഴപ്പമില്ല, നമ്മൾ ഇനിയും ഫിഷ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ദിവസത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ആമിക്കുട്ടുവിൻ്റെ ബർത്ത്ഡേ ആണ്. സോ അത് കുഞ്ഞായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആമിക്കുട്ടുവിനെ കാണിച്ചു തരാം. കേക്ക് കട്ടിങ് ഉണ്ട്, അതെല്ലാം കാണിച്ചു തരാം. ദേ ഇരിക്കുന്നു നമ്മുടെ ആമിക്കുട്ടു. ആമിക്കുട്ടുവിൻ്റെ ബർത്ത്ഡേ ആണിന്ന്. ആമിക്കുട്ടുവിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മളിപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതാണ് അല്ലേ ആമിക്കുട്ടു? ആമിക്കുട്ടുവിൻ്റെ ഡ്രസ്സ് നോക്കൂ, സിൻഡ്രല്ല ഡ്രസ്. ഇതാണ് ആമിക്കുട്ടുവിന് നമ്മൾ മേടിച്ച കേക്ക്. മാറ്റിക്ക് വെച്ച് ഐറ ടേൺസ് 1. ആമിക്കുട്ടുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഐറ എന്നാണ് ആമിക്കുട്ടുവിൻ്റെ പുറത്ത് വിളിക്കുന്ന നെയിം. ആമീന്ന് നമ്മൾ വീട്ടിൽ വിളിക്കുന്ന നെയിമാണ്. നിങ്ങളും ആമീന്ന് തന്നെ വിളിച്ചോ. ആമി മോള്. ആമിക്കുട്ടു ഇവിടെ ക്യാൻഡിൽ വായിൽ വെക്കുന്ന ചേച്ചി. ഓക്കെ, നമുക്കപ്പം ബർത്ത്ഡേ കേക്ക് കട്ടിങ് സെലിബ്രേഷനിലോട്ടൊന്ന് പോവാം. It goes like I never thought I'd find it. A love that feels so perfect. I can't even word it. Yeah, you make me lift up from the ground. I believe that we are more. All the world is looking for. Show them all we got it. Never look back, never let go. I don't need to look no further. You are the one I'm certain. Only one that I'll be holding. When you're loving me, you're loving me. It goes like look no further, look no further. Look no further. It goes like ഗൈസ് അങ്ങനെ നമ്മൾ വൺ ഡേ ഔട്ടിങ് കഴിഞ്ഞു. ആമിക്കുട്ടുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. വലിയ സെലിബ്രേഷൻ വരുന്നുണ്ട്. നമ്മൾ തൽക്കാലം ഇവിടെ നിന്ന് പോവുകയാണ്. എൻ്റെ റീലും റോഡും ഫിഷിങ്ങിൻ്റെ സംഭവങ്ങൾ നമ്മൾ അടുത്തൊരു സ്ഥലത്ത് പോയി കലക്കിട്ടിലും മീൻ പിടിക്കുന്നതായിരിക്കും. തവണ നമുക്ക് അധികം സമയമില്ല, അതുകൊണ്ടാണ് 15 മിനിറ്റൊക്കെ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത്രയും ടൈമൊന്നും പോരാ. മീൻ കിട്ടാൻ ഒരു മിനിമം ഒരു 1 ഹവറെങ്കിലും വേണം. പിന്നെ നല്ല ചൂടുണ്ട്, ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആണ്. ഇനി നമ്മൾ അവിടെ ബോട്ടിങ്ങിൽ കയറി തിരിച്ച് കാറ് പാർക്ക് ചെയ്തിരിക്കണം അങ്ങോട്ട് പോകുന്നു. അതിന് മുമ്പ് അവിടുന്ന് ചായയും സ്നാക്സൊക്കെ ഉണ്ട്. ഇതൊരു വലിയൊരു പ്രോപ്പർട്ടിയാണ്. നിങ്ങളിവിടെ സ്റ്റേ ഒക്കെ ചെയ്യാൻ വന്നാൽ കിട്ടില്ലമായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഫിഷ് ചെയ്യാൻ പറ്റും, ബോട്ടിങ് വേറെ പോകാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ കടലുണ്ട്, അവിടെ പോകാം. അവിടെ ക്യാമൽ, ഹോഴ്സ് റൈഡ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ 1 ഡേ ട്രിപ്പ് അത്ര എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അക്കോമഡേഷനൊക്കെ ഒരു 2 days ഒക്കെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ വർത്താണെന്ന് ഞാൻ പറയത്തുള്ളൂ. നല്ല കിട്ടില്ല ഒരു റിസോർട്ടാണ്, പൂവാർ ഐലൻഡ് റിസോർട്ട്. എല്ലാവരും തീർച്ചയായിട്ടും വരണം. ഇത് ഞാൻ പെയ്ഡ് കൊളാബറേഷനോ അങ്ങനെ സംഭവമൊന്നുമല്ല. സ്വന്തം കാശ് കൊടുത്ത് വന്നു, തിരിച്ചു പോകുന്നു, അത്രയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവർക്കും വന്ന് കാണാൻ വേണ്ടിയുണ്ട്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തുള്ളവർ ഇവിടെ വന്ന് മസ്റ്റായിട്ട് കണ്ടിരിക്കണം. look no further. You are the one I'm certain. Only one that I'll be holding. When you're loving me, you're loving ഇവിടുത്തെ കോസ്റ്റ് എങ്ങനെയാണ് 1 ഡേ ഔട്ടിങ്ങിന് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിവിടെ ഇപ്പം ബുഫേ കഴിക്കുന്നതിന് 1300 അങ്ങനെ എന്തുകൊണ്ട് റേറ്റ്. ലഞ്ചാണെങ്കിൽ പിന്നെ നമ്മൾ റൂം എടുത്തതിന് 3500 ആണ് പെർ റൂം വരുന്നത്. അത് ജസ്റ്റ് നമുക്ക് നമ്മളൊരു 10 to 5 1 ഡേ ഔട്ടിങ്ങിന് വരികയാണെങ്കിൽ നമുക്ക് റൂം എടുക്കാൻ 3500 ഉള്ളൂ. AC റൂമാണ് കിട്ടുന്നത്. നിങ്ങൾ കണ്ട ആ റൂം തന്നെയാണ്, അത് AC ആണ്, വിത്ത് AC ആണ്. നല്ല റൂമാണ്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല വ്യൂ ഉണ്ട്. പിന്നെ നമുക്കിവിടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റീസിലൊക്കെ പോകാൻ പറ്റും.
സോ നല്ലൊരു കിടിലൊരു സംഭവം തന്നെയാണ്. വൺ ഡേ ഔട്ടിങ് ഇവിടെ വന്നാലും പെട്ടെന്നെല്ലാം ചെയ്യണം, ഇല്ലെങ്കിൽ കുറേ സംഭവങ്ങൾ മിസ്സാവും. സിപ്പ് ലൈൻ, സൈക്കിൾ റൈഡിങ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ചേച്ചി ഊഞ്ഞാലിരുന്നാണ്. ഓ ചേച്ചി, ചേച്ചി ഊഞ്ഞാലാടുന്നു. ആമിക്കുട്ടും അവിടെ നിൽക്കുന്നു. നമുക്ക് സ്നാക്സ് കഴിക്കേണ്ടത് ഇവിടെ നിന്നാണ്, ഈ ഒരു ഏരിയയിൽ നിന്നാണ്. നൈസ്. അവിടെ ചായയും പഴംപൊരിയാണ് കിട്ടുന്നത്. ചായ ഞാൻ കുടിക്കത്തില്ല, കോഫിയും കുടിക്കത്തില്ല, ജ്യൂസ് കുടിക്കും, ഇല്ലെങ്കിൽ വാട്ടർ കുടിക്കും, സാധാരണ. അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട. ഞാൻ തിരിച്ചു പോകുന്നു, അവർ കഴിക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇതാണ് പൂവാർ ഐലൻഡ് റിസോർട്ടിലെ വൺ ഡേ ഔട്ടിങ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. വൺ ഡേ ഔട്ടിങ്ങോ അല്ലെങ്കിൽ വന്ന് സ്റ്റേ ചെയ്യാനോ നല്ല കിട്ടുന്ന ഒരു റിസോർട്ടാണ് പൂവാർ ഐലൻഡ് റിസോർട്ട്. നമ്മളെ ട്രിവാൻഡ്രം സിറ്റിക്ക് എത്തുന്ന ഏകദേശം 30-31 കിലോമീറ്റർ ഉള്ളൂ. ഒരു 40 മിനിറ്റൊക്കെ എടുക്കത്തുള്ളൂ എത്താൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ വൺ ടൈമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക, തിരിച്ചു പോവുക. പുതിയൊരു കിടിലം വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്, ട്രാവൽ വീഡിയോ ആയിട്ടും ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു, ബൈ. You're the one I'm calling.